السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ലോക ചരിത്രത്തിൽ അസംഖ്യം പോരാട്ടങ്ങളും പടയോട്ടങ്ങളും പടപ്പുറപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. വർഗവർണ്ണ രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെട്ട ആ സമരങ്ങളൊക്കെയും കാലാന്തരങ്ങളിൽ വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയോ വികലമായി വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്തതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ശതാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും സർവോപരി സർവ ആയുധങ്ങളുടെ പിൻബലമുള്ളവരായ അസത്യത്തിൻ്റെ വക്താക്കൾക്കെതിരെ സത്യത്തിൻ്റെ വാഹകരായ ഒരു ചെറുസംഘം ആളുകൾ ആർജിച്ചെടുത്ത ഐതിഹാസിക വിജയവും അതുല്യ പോരാട്ടവുമായി ഇന്നും ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബദർ. ഹിജറ 2-ാം വർഷം പരിശുദ്ധമായ റമദാൻ ഷരീഫ് 17-ന് ഒരു വെള്ളിയാഴ്ച മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരായ സഹാബാക്കളും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് 1000-ഓളം വരുന്ന പടയങ്കിധാരികളായ സൈനിക വ്യൂഹത്തോട് ബദറിൽ വെച്ച് ഏറ്റുമുട്ടിയത് തീർത്തും അവിചാരിതമായിരുന്നു. സത്യമത പ്രബോധനത്തിൻ്റെ പേരിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുചരന്മാരെയും അതിക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അടിച്ചമർത്തുകയും ചെയ്തപ്പോൾ ജന്മസ്ഥലവും വീടും സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് ആത്മരക്ഷാർത്ഥം അവർ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പക്ഷേ അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ ശത്രുകിങ്കരന്മാർ അനുവദിച്ചില്ല. പലായനം ചെയ്ത മുസ്ലിംകളുടെ വീടും സമ്പത്തും കൊള്ളയടിച്ചുകൊണ്ട് മൂലധനമാക്കി യുദ്ധഫണ്ട് കണ്ടെത്തി മുസ്ലിംകളെ അടിച്ചമർത്താൻ അവർ അണിയറയിൽ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതറിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറിയയിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് മദീന വഴി പോകുന്ന ഖുറൈശികളെ തടഞ്ഞു വെച്ച് ശത്രുക്കളുടെ സാമ്പത്തിക ശേഷി കുറക്കണമെന്ന് തീരുമാനിക്കുകയും അതുവഴി മുസ്ലിങ്ങളുമായി സന്ധിക്ക് ശത്രുക്കൾ മുതിരുമെന്നും കരുതി. അങ്ങനെയാണ് യാതൊരുവിധ യുദ്ധമുന്നൊരുക്കവുമില്ലാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 അനുയായികളും ബദറിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇതറിഞ്ഞ് അബൂ സുഫിയാൻ രഹസ്യദൂതൻ വഴി മക്കക്കാർക്ക് വിവരം നൽകുകയും മറ്റൊരു വഴിയിലൂടെ അദ്ദേഹവും സംഘവും രക്ഷപ്പെടുകയും ചെയ്തു. അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 100 ഭടന്മാരും 600 പടയങ്കിധാരികളും അടങ്ങുന്ന 1000-ഓളം വരുന്ന യോദ്ധാക്കളായ ആളുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തൻ്റെ അനുചരന്മാരായ സഹാബാക്കളെയും ലക്ഷ്യമാക്കി പുറപ്പെടുകയും ഒടുവിൽ അത് ബദറിൽ വെച്ച് യുദ്ധമായി കലാശിക്കുകയും ചെയ്തു. ഇതായിരുന്നു ബദർ യുദ്ധത്തിനുള്ള പശ്ചാത്തലം. വെറും പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം മാത്രമല്ല ബദർ നമുക്ക് നൽകുന്നത്. മറിച്ച് പ്രതിസന്ധികളെ തൃണവൽക്കരിച്ച് വിശ്വാസ വഴിയിൽ അടിയുറച്ച് നിൽക്കുന്നവരെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കൈവിടില്ലെന്നും എണ്ണത്തിലും പെരുപ്പത്തിലും ആൾബലത്തിലും വിജയം കൈവരിക്കാനാകില്ല എന്നും
അചഞ്ചലമായ ഈമാനിക ആവേശവും സുദൃഢമായ വിശ്വാസവും ആർജിച്ചെടുത്താലേ അന്തിമ വിജയം കരസ്ഥമാക്കാൻ കഴിയൂ എന്ന ഒരു സത്യവും കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അവശനായിക്കൊണ്ട് അസ്വസ്ഥനാകേണ്ടവനല്ല യഥാർത്ഥ സത്യവിശ്വാസി. മറിച്ച് പരാതികളേതും പടച്ച റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് പരിഹാരം പ്രത്യാശിച്ച് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അവൻ്റെ ജീവിതം ജീവസുറ്റതാക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ച ഈ ചെറു സംഘം ഈ ലോകത്തിൽ നിന്ന് നശിച്ചു പോയാൽ പിന്നെ നിന്നെ ആരാധിക്കുവാൻ വേറൊരാളുണ്ടാകില്ല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന പ്രശ്ന കലുഷിത സാഹചര്യങ്ങളിലും ഒരു ഉത്തമ വിശ്വാസി അനുവർത്തിക്കേണ്ട ഉദാത്ത മാതൃകയാണ് പ്രാർത്ഥന. ഒരിക്കലും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പാഠഭാഗങ്ങൾ ഇസ്ലാം നമുക്ക് വിഭാവനം ചെയ്യുന്നില്ല. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ വാക്കുകൾ കേൾക്കാനാണ് എന്നും ഒരു വിശ്വാസി കൊതിക്കേണ്ടത്. യുദ്ധത്തിനൊടുവിൽ വിജയകാഹളം മുഴക്കി മുസ്ലിം പക്ഷം ആളുകൾ മടങ്ങി വരുമ്പോഴും ഇത്തരം മനോഹരമാർന്ന നിരവധി മുഹൂർത്തങ്ങൾ ബദറിൽ നിന്നും നമുക്ക് ദർശിക്കാൻ കഴിയും. ആശയാദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കുമ്പോഴും മാനുഷിക മൂല്യങ്ങളും സാഹോദര്യ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുവാൻ അവർ സന്നദ്ധമായിരുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതിനാൽ വിദ്വേഷം മൂത്ത് എതിരാളികളെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള അമരധ്വനിയായി ഈ ബദർ ദിന സന്ദേശത്തെ നമുക്ക് അടയാളപ്പെടുത്താം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവലും അവിടുത്തെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ സദാസമയം അല്ലാഹു വർഷിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.